ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സിംഗ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ പേഷ്യന്റിന് പലതരത്തിലുള്ള കെയർ കൊടുക്കുക. നമ്മൾ ഫിസിക്കൽ, അതുപോലെ അതിനകത്ത് ഹൈജീനിക് വരുന്നുണ്ട്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ, ലൈറ്റിങ്, അതുപോലെ ബെഡ്, എക്യുപ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എലിമിനേഷൻ, ന്യൂട്രീഷണൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ, ടെർമിനലി ഇല്ലാണ്ടായിങ്. അപ്പൊ ഇത്തരത്തിലുള്ള കെയർ കൊടുക്കും. GNMന്റെ 3rd യൂണിറ്റ്, അതുപോലെ BSc നഴ്സിംഗ് സ്റ്റുഡൻസിനും, അതുപോലെ സ്റ്റാഫ് നേഴ്സ് JPHN എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കും എന്തായാലും ഈ വീഡിയോ കാണാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ഫിസിക്കൽ നീഡ്സ് ആണ്. ഫിസിക്കൽ നീഡ്സിൽ ഫസ്റ്റ് വരുന്നത് ബെഡ് മേക്കിംഗ് ആണ്. ബെഡ് മേക്കിംഗ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെഡ്സ് ആർ പ്രിപ്പയർഡ് ടു മേക്ക് എ ക്ലയന്റ് ഓർ പേഷ്യന്റ് കംഫർട്ടബിൾ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ്. സോ ഒരു ടെക്നിക്കാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെഡ് ഉണ്ട്. പേഷ്യന്റ് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ ആ ഒരു ബെഡ് ലിനൻ മേക്കിംഗ് ചെയ്യും, അതുപോലെ പില്ലോ വെക്കും. ആ രീതിയിലുള്ള ഒരു ബെഡ് മേക്കിംഗ് ആണ്. ടൈപ്സ് ഓഫ് ബെഡിലേക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ബെഡ് മേക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ബെഡ് മേക്കിംഗ് ഉണ്ട്. ടു പ്രൊവൈഡ് എ സേഫ് ആൻഡ് കംഫർട്ടബിൾ ബെഡ് ടു ദ ക്ലയൻസ് ഓർ പേഷ്യൻസ്. ടു ഓർഗനൈസ് എ സ്പെസിഫിക് വാർഡ്, to be prepared for any critical or emergency situation, to prevent bed sores, to promote neat appearance and cleanliness, to teach the relatives to take care of sick at home. So that's all are the purpose of bed making. Okay, അത് നമുക്ക് സേഫ് ആയിരിക്കണം, ഓർഗനൈസ് ചെയ്യണം, പ്രിപ്പയർഡ് ആയിരിക്കണം, ബെഡ് സോർ പ്രിവെന്റ് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇനി പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡൂയിങ് സേവ്സ് ടൈം, എനർജി ആൻഡ് മെറ്റീരിയൽസ്. Good body mechanics maintains the body alignment and prevent fatigue. A safe and comfortable bed will ensure rest, sleep, and prevents several complications in bedridden patients. Pressure sores, foot drop. Microorganisms are found everywhere on bed, bedsheet, blanket, pillow cover, and the articles used by the patient and in the environment. Keep the bed and environment clean and neat. It helps to provide physical and mental health. So these 4 points are the principles of bed making. അപ്പോൾ അതാണ് സേവ്സ് ടൈം, എനർജി സേവ് ചെയ്യും. നമുക്ക് ഒരു നേഴ്സിന് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് ബോഡി അലൈൻമെന്റ്. അതർവൈസ് നേഴ്സ് ദർ വിൽ ബി ചാൻസ് ഓഫ് ബാക്ക് ഏക്ക് ആൻഡ് ബോഡി പെയിൻ ആൻഡ് അതർ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ്. അതുപോലെ പേഷ്യന്റിന് നല്ല സ്ലീപ്പ് എൻഷുർ ചെയ്യുക. മെയിനായിട്ട് പ്രിവെന്റ് പ്രഷർ സോഴ്സ്, ബെഡ് സോഴ്സ് പ്രിവെന്റ് ചെയ്യുക. ഡെക്യുബിറ്റിസ് അൾസേഴ്സ് എന്നാണ് പറയുന്നത്. ഫുഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദ ഫുഡ് വിൽ നോട്ട് ബി സ്ട്രൈറ്റ്. അപ്പൊ ആ രീതിയിൽ ഫുഡ് വരുന്നു. അപ്പൊ ആ രീതിയിൽ നമുക്ക് പല ടൈപ്സ് ഓഫ് ബെഡ് ഉണ്ട്. ടൈപ്സ് ഓഫ് ബെഡ് മേക്കിംഗ് വരുന്നതാണ് ക്ലോസ്ഡ് ബെഡ്, ഓപ്പൺ ബെഡ്, അഡ്മിഷൻ ബെഡ്, ഒക്യുപ്പൈഡ് ബെഡ്, ഓപ്പറേഷൻ ആൻഡ് പോസ്റ്റ് അനസ്തെറ്റിക് ബെഡ്, കാർഡിയക് ബെഡ്, ഫ്രാക്ചർ ബെഡ്, amputation bed or stump bed or divided bed, blanket bed. So these all are the types of bed. നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കിന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബെഡ് ആണ് മെയിനായിട്ട്, വാട്ട് ഈസ് ക്ലോസ്ഡ് ബെഡ് ആൻഡ് ഓപ്പൺ ബെഡ് എന്ന് നോക്കാം. ക്ലോസ്ഡ് ബെഡ് എന്ന് പറഞ്ഞാൽ empty ബെഡ് ആണ്. ഈ ഫസ്റ്റ് കാണിക്കുന്ന പിക്ചർ ആണ് ക്ലോസ്ഡ് ബെഡ്. empty ബെഡ് ആണ്. ഇറ്റ് ഈസ് കവേർഡ് വിത്ത് ടോപ്പ് ലിനൻ so that all linen beneath the linen is fully protected from dust and dirt while waiting for the patient admission. ഈ സെക്കൻഡ് പിക്ചറിൽ നേഴ്സ് കാണിക്കുന്നില്ലേ, ഇത് ജസ്റ്റ് എല്ലാ ബെഡ് മേക്കിംഗ് കഴിഞ്ഞിട്ട് ഓവറായിട്ട് അതിന് മുകളിൽ ഒരു ലിനൻ വിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നതാണ്, ഡസ്റ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വിരിക്കുന്നത്. ഓപ്പൺ ബെഡ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഹോസ്പിറ്റൽ ബെഡ്. ഫസ്റ്റ് വൺ ഈസ് about to occupied by a client. അതായത് ഒരു ക്ലയന്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഉള്ള ബെഡാണ് ഓപ്പൺ ബെഡ്. ഇസ് മെയ്ഡ് ഐദർ ഫോർ എ ന്യൂ ക്ലയന്റ് ഓർ ആൻ ആംബുലറ്ററി ക്ലയന്റ്. സോ ക്ലോസ്ഡ് ബെഡ് ആൻഡ് ഓപ്പൺ ബെഡ് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്താണ് അഡ്മിഷൻ ബെഡ് ആൻഡ് ഒക്യുപ്പൈഡ് ബെഡ്. അഡ്മിഷൻ ബെഡ് ഈസ് മെയ്ഡ് ആസ് ആൻ ഓപ്പൺ ബെഡ്. ഓപ്പൺ ബെഡ് തന്നെയാണ് അഡ്മിഷൻ ബെഡ്. സോ ക്ലയന്റ് ഗെറ്റ്സ് ഇൻ ടു ബെഡ് ആഫ്റ്റർ എ ബാത്ത് ആൻഡ് ചേഞ്ചസ് ഇൻ ടു ഹോസ്പിറ്റൽ ഡ്രസ് ഇഫ് ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ ദ ഹോസ്പിറ്റൽ. ഒക്യുപ്പൈഡ് ബെഡ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ബെഡിലുണ്ട്. നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റും. ദിസ് ഈസ് മെയ്ഡ് ഫോർ എ ക്ലയന്റ് ഹു കനോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്. ദ പ്രിപ്പറേഷൻ ആൻഡ് ആഫ്റ്റർ കെയർ ഓഫ് ദ ക്ലയന്റ് വിൽ ബി ദ സെയിം ആസ് ഇൻ ദ ഓപ്പൺ ബെഡ്. സോ ദാറ്റ് ഈസ് ഓക്യുപ്പൈഡ് ബെഡ്. ഇനി അടുത്താണ് ഓപ്പറേഷൻ ബെഡ് അല്ലെങ്കിൽ പോസ്റ്റ് അനസ്തെറ്റിക് ബെഡ് ഓർ റിക്കവറി ബെഡ്.
is prepared for a client who is recovering from the effects of anesthesia following surgical operation. Cardiac bed എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Cardiac bed is used to help the client assume sitting position. Patient sitting position ആയിരിക്കും. That can afford him the greatest amount of comfort with the least strain. The main purpose of the cardiac bed is relieve dyspnea. നമുക്കറിയാമല്ലേ കാർഡിയക് ബെഡിൽ ആ ഒരു രീതിയിൽ പിക്ചർ കാണിച്ചിരിക്കുന്നത് പോലെ ഡിസ്നിയ കാർഡിയക് ടേബിൾ ഉണ്ടാവും, ഫൗളേഴ്സ് ബെഡ് ഉണ്ടാവും, എക്സ്ട്രാ പില്ലോസ് വരും. സോ ബാക്ക് റെസ്റ്റ് ആൻഡ് കാർഡിയാക് ടേബിൾസ്, എയർ കുഷൻ, നീ പില്ലോ ആൻഡ് ഫുഡ് റെസ്റ്റ്. പിന്നെ ബാലൻസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. സോ ബാലൻസ് വിൽ ബി അവൈലബിൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. So today we discussed about the bed making and types of bed and purpose and principles of bed making. Useful for the GNM and BSc nursing students and the staff nurse JPHN exams. So thank you for watching. Please subscribe our channel. All the best.